إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. تصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 118-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു ചില സംഭാഷണ ശകലങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. ഇൻ തുഅദ്ദിബുഹും, ഇനി നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഫഇന്നഹും, നിശ്ചയമായും അവർ, ഇബാദുക, നിന്റെ അടിയാന്മാരാകുന്നു. അതായത് എന്റെ അനുയായികളായി എന്നിൽ നിന്നും വഴിവഴച്ച് സത്യമാർഗത്തിൽ നിന്നും വിശുദ്ധ ദീൻ, അതായത് ഇസ്ലാം ദീനിൽ നിന്നും വഴിവഴച്ച് തെറ്റിപ്പോയവരെ കുറിച്ചാണ് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത്. എന്റെ കാലശേഷം എന്നിൽ നിന്നും തെറ്റിപ്പോയ ആ അവിശ്വാസികളായ സത്യനിഷേധികൾ, അതൊക്കെ അല്ലാഹുവേ നിന്റെ അടിയാന്മാരല്ലേ, നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിനക്ക് കൃത്യമായ അർഹത അതിനുണ്ട് അവരെ ശിക്ഷിക്കാൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ നിശ്ചയമായും നീ അന്തൽ അസീസുൽ ഹകീം, നീ പ്രതാപവാനല്ലേ, അതുപോലെ അഗാധജ്ഞാനിയല്ലേ എന്നാണ്. നിന്റെ അഗാധജ്ഞാനം കൊണ്ടും നിന്റെ പ്രതാപം കൊണ്ടും നീ ആർക്കും തന്നെ പുറത്തു കൊടുക്കും. അത് ഈ സമയം പുറത്തു കിട്ടാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ കൂടി കൃത്യമായി അത് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വ യഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ എന്നാണ് സൂറ നിസായിൽ പറയുന്നത്. അല്ലാഹു വിശദീകരിച്ചത്, അല്ലാഹുൽ പങ്കു ചേർക്കുന്നതിന് അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല. അതേസമയം അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുമെന്നാണ്. ഈ രൂപത്തിലുള്ള ഒരു ഷർത്ത്, ഒരു കണ്ടീഷൻ അതിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ പുറത്തു കിട്ടുകയില്ല. സത്യനിഷേധികൾക്ക് ഒരിക്കലും ആഖിറത്തിൽ മഹ്ശറിൽ വെച്ചുകൊണ്ട് പുറത്തു കിട്ടില്ല. അവർക്ക് അവസരമുണ്ട് ഈകമായ ദുനിയാവിൽ വെച്ചുകൊണ്ട് അവർ പാപമോചനം തേടി പശ്ചാത്താപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങി സത്യദീനിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ അവർക്ക് അവസരമുണ്ട്, പുറത്തു കിട്ടും. അതേസമയം അതേ രൂപത്തിൽ സത്യനിഷേധിയായി മരണപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം മഹ്ശറാവൽ സഭയിൽ വെച്ച് അവർക്ക് ഒരിക്കലും അവരുടെ ആശക്ക് അതൊരിക്കലും പുറത്തു കിട്ടില്ല എന്നുള്ളത് വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പ്രസ്താവിച്ചതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.